ഈ കേസിൽ നിങ്ങൾ അറിയണം, കേവലം ബജറംഗിന്റെ പ്രവർത്തകർ മാത്രമല്ല, നേതാക്കന്മാർ ഉൾപ്പെടുന്ന RSSന്റെ നേതാക്കന്മാർ ഉൾപ്പെടുന്ന വലിയ ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ ഒരു കൂട്ടർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് അവിടെ നടന്ന ഒരു കൊലപാതകത്തിന് ഇവിടെ പറയുന്നത് എന്നുള്ളത്? ഞങ്ങളെ താല്പര്യങ്ങളാണ്, പല കൂട്ടരുടെയും താല്പര്യങ്ങളാണ് പലതും ഉന്നയിക്കുന്നിടത്ത്. നിങ്ങൾക്കറിയുമോ, ഒരു കാലത്ത് വെള്ളാപ്പള്ളി നടേശന്റെ മകനെങ്ങാനും ഗൾഫിൽ GCC രാഷ്ട്രത്തിൽ UAE ഒരു കേസിലകപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായപ്പം ഇവിടെ നിന്ന് ശ്രീമാന്റെ ഒരു വിളി അങ്ങോട്ട് പോയി. എന്നിട്ട് പറഞ്ഞു, അവിടുത്തെ അറബ് നേതാക്കന്മാരുമായി കൊണ്ട് UAE രാഷ്ട്ര നേതാക്കന്മാരുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, അദ്ദേഹത്തെ അടുത്ത ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് കയറ്റിവിടണം. എന്താ വിഷയം ഉണ്ടായിരുന്നത്? കേരളത്തിന്റെ പുറത്തുള്ള ഒരു വിഷയം. ഏതെങ്കിലും ഒരു കാട് കത്തിയാൻ മറന്നാൽ ഡൽഹിയിൽ വരെ പ്രതിഷേധ പ്രകടനം നടത്തുന്ന ഒരു കൂട്ടർ, ആ കൂട്ടർക്കൊന്നും ഇതുപോലുള്ളൊരു വിഷയം, അഷ്റഫ് എന്ന് പറയുന്ന ആൾക്കൂട്ട കൊലപാതകത്തിനിരയായ ഒരു മുസ്ലിം യുവാവിന്റെ വിഷയമായിട്ട് തോന്നുന്നു എന്ന് മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ട് ന്യായമായ സ്വഭാവത്തിൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കുന്ന കൂട്ടരെ മുഴുവൻ വേറൊരു സ്വഭാവത്തിൽ മാർക്ക് ചെയ്യുകയും അവരാണ് യഥാർത്ഥത്തിൽ ഇതിനെതിരെ തിരിയുന്നത് എന്ന് മാർക്ക് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് വകവെച്ചു കൊടുക്കാൻ സോൾഡാറ്റ് തീരുമാനിച്ചിട്ടില്ല.